മല്ലേശിനോടിലെ കല്യാണിയും എൻ്റെ സ്നേഹം ഒന്നാണെന്ന് ഞാൻ കരുതി. അതെൻ്റെ മനസ്സിൻ്റെ ആവശ്യമായിരുന്നു. നോക്കിക്കോ, സ്നേഹം എന്തായാലും ഏട്ടൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ക്ലോസ് യുവർ ഐസ്. എന്താ? കണ്ണൊന്ന് അടയ്ക്കേ. കണ്ണടയ്ക്കാനോ? എന്ത് മാജിക് കാണിക്കാനാ? കണ്ണൊന്ന് അടച്ചാൽ കാർഡ് എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. ശരി. ഒന്നുമില്ല. നിന്നെ അതുലും ചെയ്തോ? അയാളടുത്ത് ദൂരെ കളഞ്ഞു. നിനക്ക് എന്താ അയാളോട് ഇത്രമാത്രം സംസാരിക്കാൻ? ഞാൻ സംസാരിച്ചില്ലല്ലോ, ഞാൻ കേട്ടതല്ലേ. എന്താ കേട്ടത്? അയാളുടെ ആത്മകഥ. ആ പാലപ്പൂവിന്റെ മണം വരുന്നു. ഇനിയിപ്പോ ഗന്ധർവന്മാർ ഇറങ്ങാൻ തുടങ്ങും. ഗന്ധർവയാമായി പോയിക്കാൻ തുടങ്ങിക്കോ. വട്ടാന്നാ തോന്നുന്നു. അല്ല, ഇതെന്ത് ഉറക്കളപ്പ് സമരം? എന്തിനു വിറക്? അതൊക്കെ ഉണ്ട്. കത്തിക്കാനാ? കത്തിക്കാനും പത്തിക്കാനും ഒന്നുമില്ല, തീ കായാനാ. ഇന്ന് എനിക്ക് ഉറക്കമില്ല. ഞങ്ങൾക്കും ഇനി ഉറക്കമില്ല. ഉറങ്ങുന്നില്ലെങ്കിൽ വേണ്ട. മല്ലീശ്വരം മുടിന്ന് മടങ്ങി പോന്നപ്പോ കല്യാണിക്ക് വിഷമായി കാണൂലേ? അത് ശരി. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞാൽ നോട്ടീസ് അടിച്ചല്ലേ? ആരും മടങ്ങിപ്പോയിന്നാ? ആരും എങ്ങോട്ടും പോയില്ല. പോകാൻ വിട്ടില്ല ദൈവം തമ്പുരാൻ. കല്യാണിക്ക് വിഷമായി എന്നുള്ള സത്യ. പക്ഷെ ഞാൻ പോയതുകൊണ്ടല്ല, അവിടെ അപ്പനാ പോയത്. എങ്ങോട്ട് പോയി? ഒടുക്ക എല്ലാരും പോകുന്നിടത്തേക്ക് തന്നെ പോയി. തട്ടിപ്പോയി. അങ്ങനെ അവളുടെ കൂടിൽ അവൾ ഒറ്റയ്ക്കായി. അവളെ നോക്കാൻ ആരുമില്ല. തികച്ചൊരു അനാഥക്കുട്ടി. കാട്ടിലായാലും നാട്ടിലായാലും പെണ്ണൊറ്റയ്ക്കായ പ്രശ്നമാണ്. എന്ത് പറ്റിയല്ലേടി? വല്ല കുറുക്കനെ പുലിയെ മറ്റേ കണ്ട് പേടിച്ചോ? ഓ, ഇവനാണ്. அப்ப இல்லாதோண்டு எப்பவும் வந்து தொல்லை பண்ணிட்டே இருக்கு. ഇനിയിപ്പോ ഞാൻ എന്താ വേണ്ടത്? വീട്ടിൽ കൊണ്ടാക്കട്ടെ? വേണ്ട, അന്റെ ആൾ ഇനി വരും. എന്നാ പിന്നെ ഇന്ന് ഞങ്ങളുടെ ടെന്റിൽ താമസിക്കുന്നു. ടേക്ക്. കല്യാണി, കല്യാണി, ഇവിടെ മാറി മാനം കേട്ടവളെ. നീങ്കളാ പുലിപ്പടം പിടിക്കാൻ വന്ന ആള്? അതെ. നിങ്ങൾ ഈ കാടിന്റെ നിയമം തെറ്റിച്ച് കല്യാണി ഇവിടെ പിടിച്ചു വെച്ചിരിക്കുക. ഇറക്കിവിട്. ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടില്ല. എനിക്ക് നിയമവശമായിട്ട് അറിയാനും വയ്യ. കാട്ടിലായാലും ശരി നാട്ടിലായാലും ശരി ഞാൻ ഒരു നിയമം ലംഘിക്കാറില്ല. കല്യാണി, വരുന്നു. ചോദിക്ക. നീ ഇവൾക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. സമ്മതം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്റെ പൊന്നൻ ചൊന്നത് ഉണ്മയാ. ഒന്നെ ഇങ്ങ് പിടിച്ചു വെച്ചിരിക്കാ. ഇല്ല. എടി, നിന്റെ പൊന്നനാ പറയുന്നത്. നീ വാ എന്റെ കൂടെ. നീ എന്റെ കാരുമല്ല, ദ്രോഹി. മൂപ്പ എന്നെ പിടിച്ചിട്ട് പോകാതെ മൂപ്പ. എന്നെ ഇവൻ കൂടെ വിടാതെ മൂപ്പ. കല്യാണി ഇങ്ങനെ വിടാതെ സ്വാമി. എന്താ കരടി അവളെ കൊല്ലും. ഞാനും കാട് കുറെ കണ്ടതാ മൂപ്പ.
ഇനി കല്യാണി ഇവിടെ നിന്ന് കൊണ്ടുപോയാലാണ് കാട്ടിലെ നിയമം തെറ്റുന്നത് അല്ലേ? എനക്ക് ആരുടെ ഒത്താശ ഒന്നും വേണ്ട ഇവിടെ പോറ്റാൻ. ഇവിടെ മാറി. എവിടെ വരാം? ഈ കുട്ടി 4 ലക്ഷം പഠിച്ച നീയാണെന്ന് കേട്ടു. അപ്പൊ നീ കാടുമല്ല നാടുമല്ല, രണ്ടും കെട്ട അവസ്ഥയാണ്. നിന്നെ കണ്ടപ്പോഴേ ഞാൻ കരുതുക ഇത് നല്ല രീതി തീരില്ലെന്ന്. നീ കളിക്കുന്ന പൊന്നനോട് അത് മറക്കണ്ട. ഇവിടെ ഇനി ആരൊക്കെ എതിർത്താലും ശരി, കല്യാണിക്ക് സമ്മതമാണെങ്കിൽ അവൾ ഇവിടെ താമസിക്കും, ഈ ടെന്റിൽ. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആ പാവത്തിന് അവിടെ വിട്ടിട്ട് പോരാൻ തോന്നിയില്ല. നടാഷയെ ഒരുപാട് നിർബന്ധിച്ചു, നമുക്ക് കല്യാണിയെ ബോംബെ കൊണ്ടുപോകാം. ചോദിച്ചപ്പോൾ കല്യാണിക്ക് 100 സമ്മതം. എങ്ങനെയാണ് സിറ്റുവേഷൻ? ഒരു പറിച്ചു നടൽ. എന്നിട്ട് തേവരോടും കുട്ടികളോടും യാത്ര പറഞ്ഞിട്ട് വേഗം വരാമെന്ന് പറഞ്ഞിട്ടാ അവിടെ നിന്ന് ടെന്റിൽ നിന്ന് പോയത്. അണ്ണാ, എന്നടാ കല്യാണിക്ക് കാണാനില്ല. കാണാനില്ലേ? കാട്ടിൽ മുഴുവൻ ആൾക്കാർ തെരഞ്ഞോണ്ടിരിക്കുക. கல்யாணி உன் கூட தானே தங்கியிருந்த? അതെ. அவளை கிடைக்க வரைக்கும் நீ எங்கேயும் போக கூடாது, புரியுதா? அவளுக்கு ஏதாவது ஆச்சுன்னா நீ பதில் சொல்லி தாகணும். இனி தேடுறதுக்கு காலங்குழி மட்டும்தான் இருக்கு. வாங்கடா. വെറുതെ വിടരുത്. ഇവനറിയാം കല്യാണിക്ക് എന്താ പറ്റും. ഈശ്വര, ആ കുട്ടി എങ്ങോട്ട് പോവാനാ? എങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല. ഇനിയെ പൊന്നൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ? പിന്നെ ഈ കല്യാണിയെ പറ്റി ഇതുവരെ ഒരു വിവരവും ഇല്ല. ഒരു കിളിത്തൂവൽ പാറിപ്പോയതുപോലെ അവൾ ഈ താഴ്വരയിൽ നിന്ന് മാഞ്ഞുപോയി. മൂപ്പനടക്കമുള്ളവർക്ക് എന്നെയായിരുന്നു സംശയം. സത്യം അറിയുന്നതിന് മുമ്പ് ഞാൻ അവിടെ വിട്ട് പോയാൽ അതൊരു ഒളിച്ചോട്ടോ. അതുകൊണ്ട് ഞാനെങ്ങും പോയില്ല. എവിടെ പോകാൻ? എന്നോട് അടുക്കുന്നവരൊക്കെ എന്നെ വിട്ടു പോവുകയാണ്. അതാണ് എൻ്റെ വിധി. മതി എൻ്റെ കഥ കേട്ടത്. നേരം വിളിച്ചാൽ അതേ സമയമില്ല. ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതല്ലേ. പോയിക്കിടന്ന് തുടങ്ങി. ഞാനും ഏതാണ്ട് എത്തേണ്ടടുത്ത് എത്തി. അപ്പൊ ഈ കാട്ടിൽ നിന്ന് ബോംബെയിലേക്ക് എപ്പോഴാണ് മടങ്ങിപ്പോണേ? മടങ്ങണം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് കുറച്ച് ജോലിയോട് ചെയ്തു തീർക്കാനുണ്ട്. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്താ ഉറക്കം വരുന്നില്ലേ? ഉറങ്ങാൻ പറ്റില്ല, എനിക്കറിയാം. മീനാക്ഷി, ദേവി, ദേവി, എന്താ മീനാക്ഷി എവിടെ? ആ, എനിക്കറിയില്ല. വാ നോക്കാം. താനിവിടെ എന്തെടുക്ക? എപ്പോഴാ ഉണർന്നത്? ഉണരാൻ ഉറങ്ങിയിട്ട് വേണ്ടേ? ഞാനിങ്ങനെ ആലോചിച്ച് നിനക്ക് എന്താ ഇത്ര ആലോചന? മല്ലീശ്വര മുടിയില് കല്യാണിക്ക് എന്താ പറ്റിയിട്ടുണ്ടാവുക? എന്തു പറ്റാൻ?
അവസാനമായപ്പോ അതിന് റാമിന്റെ കൂടെ ബോംബെക്ക് പോകാൻ ഇഷ്ടം ഉണ്ടായില്ല. അപ്പൊ ഗ്രാമം വിട്ടുപോയി, അത്ര തന്നെ. എങ്ങോട്ട് പോയി? അതൊന്നും എനിക്കറിയില്ല. എനിക്കറിയാം, കല്യാണി മരിച്ചു. കല്യാണിയെ പൊന്നും കുന്ന് ഏതെങ്കിലും കൊക്കയിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു ഐഡിയ. എന്ത് ഐഡിയ? നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ വട്ട് തമ്പരാട്ടിയുടെ അടുത്ത് ചോദിക്കാം, കല്യാണിയുടെ ആത്മാവിനെ വിളിച്ചു വരുത്താൻ. എന്തിന്? അപ്പൊ നമുക്കറിയാലോ കല്യാണിക്ക് എന്താ സംഭവിച്ചെന്ന്. ഓ, ഇവക്ക് എന്താ പറ്റി? മീനു, മീനു നിൽക്ക. അവളെന്താ ഓടുന്നത്? മീനാക്ഷി, 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 മീനു. കല്യാണിയുടെ ആത്മാവല്ലേ? പിന്നെ ആരാ? മീനാക്ഷി, എത്ര നേരമായി ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കുക? നീ ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാ? എന്ത് പറ്റി നിനക്ക്? നീ എന്തിനാ ഓച്ച പോടെടുത്തത്? ഞാൻ കല്യാണിയെ ഞാൻ കേട്ടു. വിളിച്ചപ്പോ ഹള വന്ന്. ആര്? രാമോ? അവിടെ ഉണ്ടായിരുന്ന രഘുരാം. മീനാക്ഷി, നിനക്കെന്താ വട്ടായോ? നീ നിന്റെ ഒരു ഓജോ പോടും. ഞാൻ കേട്ടതാ ദേവി അയാളുടെ ശബ്ദം. എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാന്ന്. നീ എവിടെ കേട്ടു? മീനാക്ഷി, ചാക്കോ, ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. ആരോ എന്നെ കൊല്ലാൻ നോക്കി. ഇത് കണ്ടില്ലേ? എന്നിട്ട് ഇപ്പൊ അയാൾ എവിടെ? കാണാനില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. ഇന്നലെ രാത്രി ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെ, ഇവിടെയുള്ള സാധനങ്ങളും കാണാനില്ല, ആ ആനമല ജോളിയും കാണാനില്ല. ഞാൻ പറഞ്ഞില്ലേ രഘുറാം കള്ളനാണെന്ന്. അയാളായിരിക്കും ഇതെല്ലാം അടിച്ചോണ്ട് പോയത്. അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. ചാക്കോ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇന്നലെ ഈ ബംഗ്ലാവിൽ ഉണ്ടായിരുന്ന 2 പേര് മിസ്സിംഗാ. നോക്ക് മീനാക്ഷി, സംഗതി സീരിയസ് ആണ്. ഉടനെ ഇത് ആരെങ്കിലും അറിയിച്ചില്ലെങ്കിൽ എല്ലാത്തിനും ഉത്തരം നമ്മൾ തന്നെ പറയേണ്ടി വരും. വാ, ഇറങ്ങ്. വാ. അതിന്റെ ഒന്നും ആവശ്യമില്ല, എവിടെയും പോകണ്ടെന്നേ. അടിവാരത്ത് ചെന്നാൽ ആരെങ്കിലും കാണാതിരിക്കില്ല. നീ വാ. ഇത് ആനമല ജോലി സാറല്ലേ? ഇയാളെന്താ ഇവിടെ? സാർ, സാറിന് എന്ത് പറ്റി? എന്റെ അടുത്ത് പറയരുത്. ജോലി സാർ, അത് ഞങ്ങളാ സാർ. ഞങ്ങളുടെ കൂടെ വന്ന രാമനെ കാണാനില്ല. പ്രേതം, നീയും പ്രേതമാണ്. നീയാണ് പ്രേതത്തിന്റെ റാണി. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ റാമിനെ കണ്ടോ? റാമോ? ഏത് റാം? നിങ്ങൾ 5 പേരല്ലേ മുറി ചോദിച്ചു വന്നേ? അല്ല, ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. 6 പേരോ? ഞാൻ 5 പേരല്ലേ കണ്ടുള്ളൂ. അനിയാ, നീ സൂക്ഷിച്ചോ. ഈ പെണ്ണുങ്ങളിൽ ഒരു യക്ഷിയാണ്. യക്ഷി. ഇയാൾക്ക് വട്ടായി പോയിന്നാ തോന്നണേ. ഇയാൾ അടിച്ച് പിരിഞ്ഞിരിക്കുക. വാ, നമുക്ക് വേറെ വല്ലവരോടും പോയി ചോദിക്കാം. എനിക്ക് വട്ടല്ല.
നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം. ആ അതാ നല്ലത്. അവർക്ക് കാണാം, എനിക്ക് കണ്ടൂടാ. സാർ, സാർ, എടാ ചോദിച്ചത് കേട്ടില്ലേടാ? സാർ ഞങ്ങളോ? ഏത് ഞങ്ങള്? എടാ നിനക്കൊന്നും ഉറക്കമില്ലേടാ? മനുഷ്യനെ മെനക്കെടുത്ത ഓരോന്നും വന്നോളൂ. എടാ ഇങ്ങോട്ട് നീങ്ങിക്കണേ. സർ, ഒരു കാര്യം അറിയാൻ വന്നതാ. എന്തുവാടാ, വല്ല ചുറ്റിക്കളിയാണോ? എടാ നിന്റെ മുഖത്തൊരു വശപ്പശ കൊണ്ടല്ലോടാ. ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ മിസ്സായി. അയാളെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് മിസ്സായി. എപ്പോഴാ മിസ്സായത്? 2-3 മണിക്കൂറായി. എപ്പോഴാ? 2-3 മണിക്കൂറായി. 2-3 മണിക്കൂറായി. എന്താടിയുടെ പേര്? രഘുറാം. രഘുറ. നിങ്ങളുടെ ആരാ അയാള്? ഞങ്ങളുടെ ആരുമല്ല സർ. ഇന്നലെ രാത്രി വഴി വെച്ച് ഞങ്ങളുടെ വണ്ടി കയറിയതാ. നീയൊക്കെ എന്താണ് വഴി കിടക്കുന്ന വല്ലവനെയൊക്കെ എടുത്ത് വണ്ടി കയറ്റാൻ പോയത്? എന്താ അവന്റെ രൂപം? 6 അടിയോളം ഉയരം വരും. നല്ല ഫെയർ ആണ് സർ. പിന്നെ ഫുൾ ടൈം തണ്ണിയാണ് സർ. പ്രായം 35-40 കാണും. സർ, പിന്നെ അയാള് നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ ഫോട്ടോഗ്രാഫറാണ്. എന്താ പറഞ്ഞ? നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. നിങ്ങൾ പറഞ്ഞ ഫോട്ടോഗ്രാഫർ ഇയാളാണ്. സൂക്ഷിച്ചു നോക്ക്, ഇയാൾ തന്നെയാണോ? അതെ സർ, ഇയാൾ തന്നെയാണ് സർ. ഉറപ്പാണോ? ഉറപ്പാണ് സർ. മിസ്സായിട്ട് എത്ര മണിക്കൂറായെന്നാ പറഞ്ഞേ? 3 മണിക്കൂറായി സർ. നിങ്ങൾ ഈ പറയുന്ന ഫോട്ടോഗ്രാഫർ 12 മണിക്കൂറായി മരിച്ചിട്ട്. എല്ലാരും കൂടി കരുത. ശരി. ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ആക്സിഡന്റ് നടന്നത്. ഒരു ടൂറിസ്റ്റ് ബസ്സും ഇയാളുടെ ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചു. പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുക. പോലീസ് സർജൻ വരണം. കണ്ടോ?